ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു തെറ്റി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ കൊമ്പ് ഞാനൊരു ചാക്കിൽ വെച്ചിരുന്നിട്ട് അത് മുളച്ച് വന്നു. ആ മുളച്ച ചെടി ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുന്ന വീഡിയോ ആണേ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് പോട്ടി മിക്സ് വേണമെന്നുള്ളതും അതിന് എത്ര സൂര്യപ്രകാശത്തിൽ വേണം, അത് എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്തൊക്കെ വളം ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂക്കുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോട്ടി മിക്സ് ഞാൻ പറയുന്ന കണക്ക് തന്നെ നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. അതിന് ചകിരിച്ചോറ്, കാരണം ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ചട്ടിയിൽ ഈർപ്പം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് മേൽമണ്ണ്, അത് കഴിഞ്ഞിട്ട് കമ്പോസ്റ്റ്, പിന്നെ നമുക്ക് സാഫ് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് എപ്പോഴും മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പോട്ടി മിക്സാണേ അത്. എനിക്ക് എപ്പോഴാണ് ചെടി കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ചെടി എപ്പോഴെങ്കിലും പോട്ട് മാറ്റണമെന്നുണ്ടെങ്കിലും ഒക്കെ ഇത് പെട്ടെന്ന് പോയിട്ട് ചെയ്യാം. അതുപോലെ ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആയതുകൊണ്ട് അത് അതിൻ്റെ അമ്ലത്വം ഒക്കെ കറക്റ്റിൽ ഇരിക്കുന്ന ഒരു pH ഒക്കെ കറക്റ്റിൽ ഇരിക്കുന്ന പോട്ടി മിക്സാണ്. കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തതായതുകൊണ്ട്. അപ്പോൾ അതിന് ഞാൻ നല്ലൊരു ചട്ടി എടുത്തു. ചട്ടി നല്ല ഹോളുള്ള ചട്ടി ആയിരിക്കണം, കാരണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ചെടികളൊക്കെ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. നമ്മൾ അറിയത്തുമില്ല, നമ്മൾ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴൊക്കെ ഈ ചെടി വെള്ളം ഒഴിച്ചു കൊടുത്താലും അതിങ്ങനെ ഇലയൊക്കെ വാടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മണ്ണ് പിന്നെയായിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ നിറയെ വെള്ളം ഉണ്ടായിരിക്കും. വെള്ളം കെട്ടി നിന്നിട്ട് ചീഞ്ഞു പോവും. അങ്ങനെ ചെടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചട്ടി നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ വെച്ചിരിക്കണം. കാരണം പോട്ടി മിക്സ് എപ്പോഴും നമ്മൾ കാണുന്ന രീതിയിൽ അതിനകത്ത് വെള്ളമുണ്ടോ നനവുണ്ടോ എന്നൊക്കെ നോക്കണം എപ്പോഴും. അപ്പോൾ ഞാൻ ചട്ടി എടുത്തിട്ട് അതിനകത്ത് കരിയില ഇട്ടു. അടിയിൽ ഒരു 2-3 പിടി കരിയില നല്ല പ്രസ് ചെയ്ത് അമർത്തി വെച്ചതിന് ശേഷം പിന്നെ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചു. കാരണം ഈ കരിയില ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഈ മണ്ണിട്ടിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് അമർന്നിരിക്കും. എന്നിട്ട് ഞാൻ ഈ നട്ടു വെച്ചിരുന്ന ചാക്കിൽ നിന്ന് ഇത് ഇളക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഈ ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര് മാത്രമായിട്ട് ഇളവി വരാതെ കുറച്ച് മണ്ണും കൂടെ വേരിന് അനക്കം തട്ടാതെ തന്നെ മണ്ണോടുകൂടി തന്നെ ഇളക്കിയെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ വേര് മാത്രം ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ചട്ടിയിലേക്ക് മാറ്റിവിടും. അത് ഇലയൊക്കെ വാടിപ്പോയിട്ട് പിന്നെ വീണ്ടും ഒന്നേന്ന് കിളിച്ചു വരേണ്ട അവസ്ഥ വരും. അപ്പോൾ മണ്ണോടുകൂടി തന്നെ നമ്മൾ അത് എടുക്കുകയെന്നുണ്ടെങ്കിൽ ചെടി അറിയാതെ തന്നെ നമ്മൾ ആ ചെടീനെ പിഴുതെടുക്കണം. എടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കണം. കാരണം അത് അറിയരുത്. അത് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര് ഇളകുക എന്നുണ്ടെങ്കിലാണ് ചെടി അറിയുന്നത്. അപ്പം വേര് അനങ്ങാതെ തന്നെ ആ മണ്ണോടുകൂടി തന്നെ ഇളക്കിയെടുക്കാൻ ശ്രമിക്കണം. എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ വേറൊരു റോസ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വേരും ഇതിൻ്റെ വേരും എല്ലാം കൂടെ ഒരു പ്രശ്നമായിട്ടുണ്ട്. എനിക്കുള്ളൊരു സ്വഭാവമാണ്, ഏതെങ്കിലും ഒരു ചട്ടിയിൽ എന്തെങ്കിലും കൊമ്പൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചട്ടി കൊണ്ടുവന്ന് കുഴിച്ചു വെക്കുക. എന്നിട്ട് പിന്നെ ഇതെടുത്ത് മാറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോട്ടി മിക്സ് അതും പൊടി പോലുള്ള പോട്ടി മിക്സാണ്. അപ്പോൾ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ തന്നെ ആ വേര് മാത്രമായിട്ട് ഇളവി പോരും. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഇളക്കിയെടുക്കണം. പിന്നെ സൂര്യപ്രകാശം നമ്മൾ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ തെച്ചി വെക്കണം. കാരണം സൂര്യപ്രകാശം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അത് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ബാധ ഉണ്ടാവും, പൂക്കളുണ്ടാവുന്നത് കുറയും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് നട്ട് ഞാനൊരു 2 ദിവസം ഒരു തണലത്തോട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടുള്ള സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ വെക്കും.
അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. കാരണം ആ ചെടി ഒന്ന് സെറ്റായിരിക്കും, മണ്ണൊക്കെ ഒന്ന് അമർന്നിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ. പിന്നെ ചെടി വാടി പോവുമില്ല. അത് കഴിഞ്ഞ് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കും ചെടി. പിന്നെ വളം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസമൊക്കെ ആകുമ്പോൾ തിളിർപ്പൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ വീണ്ടും കമ്പോസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ജൈവ സ്ലറികളോ അല്ലെങ്കിൽ 19-19 ഒക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു പൂക്കാറൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് DAP ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൂത്ത് വരും. പിന്നെ പ്രൂണിങ് ആണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം, എന്നാലേ തിളർപ്പുകൾ വന്നിട്ട് അതിനകത്തെല്ലാം മുട്ടുകൾ വന്ന് നിറയെ പൂക്കളാവുള്ളൂ. അപ്പോൾ വളരെ കെയറിങ് കുറഞ്ഞ ഒരു ചെടിയാണ്, നമുക്ക് നല്ല പൂക്കൾ തരുന്ന ചെടിയുമാണ് ഈ തെച്ചി. ഇതൊരു പിങ്ക് കളറാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.